ലവ് ജിഹാദ് കടുപ്പമേറിയ കുറ്റമാണെന്ന് കരുതി ആസാം സർക്കാർ ഒരു പുതിയ നിയമം പാസ്സാക്കുന്നു എന്നാണ് കേൾക്കുന്നത്. രാമേന്ദ്രൻ സാറേ, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്ന് പറയാമോ? കഴിഞ്ഞ ദിവസം BJP എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഹിമന്ത് ബിശ്വ ശർമ്മ കുറേ കാര്യങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളോടും വിവരിച്ചു. അതുപ്രകാരം ലവ് ജിഹാദിന് പരമാവധി ശിക്ഷ ജീവപര്യന്തം ആക്കുന്ന നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലവ് ജിഹാദ് ബന്ധപ്പെട്ടതല്ലാതെ വേറെ കുറേ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അതിൽ പറഞ്ഞത് ഈ ഡൊമിസൈൽ പോളിസി, അതായത് അവിടെ സ്ഥിരതാമസമായ ആളുകളെ സംബന്ധിച്ച് ആർക്കൊക്കെ സ്ഥിരതാമസമാകാം, ആർക്കൊക്കെ ഭൂമി വാങ്ങിക്കാം, ഭൂമി വിൽക്കാം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ കർക്കശമായ നിയമങ്ങൾ നടപ്പാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കുന്നതിൽ, മുസ്ലിങ്ങൾ ഭൂമി വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം അത് കുറച്ച് വിശദമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു മതക്കാരൻ വേറൊരു മതക്കാരന് ഭൂമി വിൽക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അതിന് അതായത് മുസ്ലിങ്ങൾക്ക് വേറൊരാൾ ഹിന്ദു ഭൂമി വിൽക്കുകയൊക്കെ ആണെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ അനുമതി വേണം. അങ്ങനെ നിയമം കൊണ്ടുവരാൻ പോകുന്നു. ഗോൾപാര എന്ന് പറഞ്ഞ പ്രദേശം, ജില്ല, ഗോൾപാര എന്ന് പറഞ്ഞ ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കാൻ പാടില്ല. അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി ഡെമോഗ്രഫിയിൽ ചേഞ്ച് വന്നു. അവിടെ മുസ്ലിങ്ങൾ കുടിയേറി കൂടുതൽ മുസ്ലിങ്ങളായി. ഹിന്ദു ഭൂരിപക്ഷമായ പ്രദേശം ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായി. അതുകൊണ്ട് ഗോൾപാര ജില്ലയിൽ മുസ്ലിങ്ങൾക്കാരും ഭൂമി വിൽക്കാൻ പാടില്ല. അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി. ബാക്കിയുള്ള തദ്ദേശീയരുടെ, അവിടുത്തെ നാട്ടുകാരുടെ, തദ്ദേശീയർ എന്നൊക്കെ പറയുന്നുള്ളൂ, ഹിന്ദുക്കളുടെ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്, ഹിന്ദുക്കളുടെ ഭൂമി സംരക്ഷിക്കും. ഗോത്രഭൂമി, അതും ആദിവാസി ഭൂമിയൊക്കെ സംരക്ഷിക്കും. ബാർപേട, ബൊർദോവ, മജൂലി എന്നിവിടങ്ങളിലെ ഭൂമി സംരക്ഷിക്കും. ആ നാട്ടുകാർക്കേ വാങ്ങാനാവൂ എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾക്ക് ഭൂമി വാങ്ങാൻ കഴിയൂ. അതാണ് ബാർപേട, ബോർദോവ, മജൂലി അവിടെ ഹിന്ദുക്കൾക്ക്. അത് മതപരമായ പ്രാധാന്യം കൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. അസമിൽ മൊത്തത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് വന്ന് ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പൊതു നിയമം. ഇനി ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിൽ ഞങ്ങളുടെ സ്ഥലവും കൂടി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ജില്ലയോ ഏതെങ്കിലും പഞ്ചായത്തോ ഒക്കെ വരികയാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കും വരാം, അവരെയും ഉൾപ്പെടുത്താം. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുന്നതാണ് നമ്മൾ, അതുകൊണ്ടാണ് ഈ ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ നിയമം കൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അവിടെ ജനിച്ചവർക്ക് മാത്രമേ അവിടുത്തെ സർക്കാർ ജോലി കൊടുക്കുള്ളൂ എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതിൽ ലവ് ജിഹാദിൻ്റെത് ഒരു കർശനമായ നിലപാടാണത്. കാരണം ലവ് ജിഹാദ് എന്നൊന്നും ഇല്ല, അത് ആ വാക്കില്ല എന്നായിരിക്കും. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരിക്കലും മറുപടി തന്നെ ഒരു മന്ത്രി കൊടുത്ത അനുഭവം നമുക്കുണ്ട്. ലവ് ജിഹാദ് ശരിക്ക് നിലനിൽക്കുന്നുണ്ടോ? എന്താണ് മാഷിൻ്റെ അഭിപ്രായം? ഈ നിയമം ഇങ്ങനെ വരുന്നത് ശരിയാവുമോ? എങ്ങനെയാണ് മാഷ് പറയുന്നത്? അല്ല, ഇതിൽ എനിക്ക് തോന്നുന്നു സാർ, ഇപ്പോൾ ലവ് ജിഹാദിന് ആസാമിൽ എന്തോ കാര്യമായ ഒരു നിയമനിർമ്മാണം വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കൊക്കെ ഒരു മാതൃകയാവേണ്ടതോ അല്ലെങ്കിൽ ചർച്ചയാവേണ്ടതോ ആണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ഡീറ്റെയിൽസ് വായിച്ചു വന്നപ്പോൾ ലവ് ജിഹാദ് ഒറ്റ വരിയിലേ ഉള്ളൂ, മറ്റു പലതുമാണ്. മറ്റു പലതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു രാജ്യത്തെ, ഇന്ത്യയെ പോലെ ഒരു പരമാധികാരം, ഡൊമിസൈൽ ലോ വേറെ ആയിരിക്കും. ഡൊമിസൈൽ ലോ വേറെയാണ്. അപ്പോൾ അതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ. അതൊക്കെ ഇന്ത്യയിലെ ഭരണഘടനയുടെ മുമ്പിൽ നിലനിൽക്കുമോ, നീതിന്യായ കോടതികളുടെ മുമ്പിൽ നിലനിൽക്കുമോ? ഇത് മറ്റ് ഇപ്പോൾ ആസാമിന് മാത്രമല്ല, ആസാമിന് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരുന്നത് അതിർത്തി കടന്നു വന്നിട്ട് അന്യദേശക്കാർ വന്നിട്ട് ഇവിടുത്തെ ഭൂമി അതിർത്തിയിൽ വളരെ സമർത്ഥമായി അതിർത്തി സംസ്ഥാനത്ത് ഭൂമി സ്വന്തമാക്കിയിട്ട്
നമ്മുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ താവളമാക്കുമോ? അങ്ങനെയുള്ള ഒരു അതിർത്തി സംസ്ഥാനത്തിൻ്റെ പ്രത്യേക റൈറ്റ് ആയിരിക്കാം ഈ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ അത് മറ്റൊരു കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 പോലെ സംസ്ഥാന 370 എന്നല്ലേ ഇപ്പോൾ അതിന് വിളിക്കാനുള്ളൂ. ഒന്ന്, ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് വന്നോട്ടെ എന്നാണ്. അപ്പം മറ്റ് ജില്ലകൾക്ക്, അതാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഈ ഡൊമിസൈൽ ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രത്യേക സമുദായത്തിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മറ്റൊരു സമുദായത്തിന് ഭൂമി കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നാൽ ഇപ്പോൾ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിമാചലോ അരുണാചലോ കാശ്മീരോ പോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പോയി ഭൂമി മേടിക്കാൻ പറ്റില്ല ഇന്ത്യയിൽ. അതുപോലും 370 എന്നൊക്കെ പറയുന്ന ചരിത്രപരമായ കാരണങ്ങളാൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വന്നതാണ്. നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കാശ്മീർ പോലെ വളരെ മർമ്മപ്രധാനമായ ഒരു തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനത്തെ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് കൂടി ആലോചിച്ച് ചെയ്ത വളരെ നയപരമായ നീക്കമാണ്. അതുപോലെ ആണോ ഇപ്പോൾ ആസാമിലൊരു നിയമം കൊണ്ടുവരുന്നത്? അസം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യയിലെ പൗരന്മാർക്കൊക്കെ ബാധകമായത് അവിടെയും ബാധകമാകണ്ടേ? പിന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ചില പോളിസി ഡിസിഷൻ എടുക്കാം. ഏതൊക്കെ രാജ്യത്ത് നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ തുടങ്ങിയ ബില്ലുകൾ CAA-യിലൊക്കെ അത് നയപരമായൊരു പ്രശ്നമാണ്. ഗവൺമെൻറ് തീരുമാനിക്കാം. മറ്റൊരു ഗവൺമെൻറ്റിന് വരുമ്പോൾ അത് തിരുത്താം. വരുന്ന എല്ലാവർക്കും കൊടുക്കാം അല്ലെങ്കിൽ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ തീരുമാനിക്കാം. അത് നയപരമായ പ്രശ്നമാണ്. പക്ഷേ ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഇത്തരം ഒരു ഡൊമിസൈൽ ലോ എങ്ങനെ നിയമത്തിന് മുമ്പ് നിലനിൽക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറത്തൊരു ഹിന്ദുവിന് ഭൂമി വെക്കാൻ പാടില്ല എന്ന് ഒരു നിയമം കൊണ്ടുവന്നാൽ, എന്തുകൊണ്ടെന്നാൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. ഈഴവന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു നായർക്ക് ഭൂമി കൊടുക്കാൻ പാടില്ല എന്ന് SNDP യോഗം പ്രമേയം പാസ്സാക്കി എങ്ങനെ ഉണ്ടാവും? അതൊരു ഗവൺമെൻറ് ഏറ്റെടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ നോൺസെൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ നിയമത്തിൽ അർത്ഥമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒറ്റ വരിയിലായാലും ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നല്ലതാണ്. പക്ഷേ അതിൻ്റെ പ്രായോഗികത എങ്ങനെയാണ്? അത് ആ നിയമത്തിൽ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. അത് പറയുന്നുമില്ല. ഇനി പറയുമായിരിക്കും. നിയമത്തിന്റെ കരടൊക്കെ വരുമായിരിക്കും. ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരാനുള്ള സാറേ ഏറ്റവും വലിയ പ്രശ്നം, ലവ് ജിഹാദ് ഉണ്ട് എന്നത് ഈ എല്ലാ മനസാക്ഷിയുള്ള മനുഷ്യർക്കും അറിയാം. ലവ് ജിഹാദ് ഉണ്ട്. മതത്തിൻ്റെ പേരിൽ ഒരു ടൂളായി എൻ്റെ മതത്തിലേക്ക് ഒരാളെങ്കിലും കൂട്ടിക്കൊടുക്കാൻ എന്നെ കൊണ്ട് അത്രയല്ലേ പറ്റുള്ളൂ. ഒരു പെണ്ണിനെയല്ലേ എനിക്ക് ചതിയിൽ പെടുത്താൻ പറ്റുള്ളൂ. ആ കെണി നന്നായി പ്രയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പക്ഷേ എനിക്ക് അത്ര തന്നെ ബോധ്യമുള്ളൊരു കാര്യം, ഇങ്ങനെ 10 കേസ് നടക്കുമ്പോൾ ഒന്നുപോലും കോടതിയിലെത്തുന്നില്ല, ഒന്നുപോലും പോലീസ് സ്റ്റേഷനിൽ പരാതി പോകുന്നില്ല. പിന്നെ എന്തടിസ്ഥാനത്തിൽ നിയമം കൊണ്ടുവരും? എങ്ങനെ നടപടിയെടുക്കും? നിയമത്തിൻ്റെ ഏജൻസിക്ക് മുമ്പിൽ ഈ കേസ് വരണ്ടേ? ഒരു പരാതി പറയണ്ടേ ഒരാൾ? ഇപ്പോൾ എൻ്റെ മോളെ ഇങ്ങനെ ഒരു പ്രണയക്കെണിയിൽപ്പെട്ടു, അവളെ മതം മാറ്റാൻ തീരുമാനിച്ചു വെച്ചോളൂ, X or Y. അതിനെ മതം മാറ്റാൻ തീരുമാനിച്ച ആര് പരാതിപ്പെടണം? ഒന്നുകിൽ എൻ്റെ മോള് പരാതിപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ പരാതിപ്പെടണം. അപ്പോൾ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതൊക്കെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ക്യാമ്പയിൻ ഉപയോഗിക്കാമെന്നല്ലാതെ അതിലപ്പുറത്ത് അപ്പോഴും നമ്മളെ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കും ലവ് ജിഹാദ് ഇല്ല, എന്തുകൊണ്ടെന്നാൽ കേസില്ല. നിയമത്തില് ഇപ്പോ യോഗി ആദിത്യനാഥ് ഒരു നിയമം കൊണ്ടുവന്നല്ലോ, എനിക്ക് യാതൊരു തർക്കമില്ല സാറേ. ഇന്ത്യയിൽ മതം മാറ്റം ഒരാവശ്യമില്ലാത്തൊരു അശ്ലീലമാണ്. എന്തിന്? ഉള്ള മതക്കാര്, ഉള്ള സമുദായക്കാര് അവനവൻ്റെ സമുദായത്തിലെ പട്ടിണി മാറ്റി, അവനവൻ്റെ സമുദായത്തിലെ ക്രിമിനൽ കുറ്റങ്ങൾ ഇല്ലാതാക്കി, അവനവൻ്റെ സമുദായത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിലപ്പുറമുള്ളൊരു സേവനം എന്താ അവർക്ക് ചെയ്യാനുള്ളത്? എന്തിനാണ് ഈ പാവം അന്യ സമുദായത്തിലെ ഒരുത്തനെ കൂടി ഈ ദുരിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ മുമ്പ് ഈ മതം മാറ്റത്തിൻ്റെ ഇരയുടെ ബന്ധുക്കൾക്ക് മാത്രമേ പരാതിപ്പെടാൻ പറ്റുള്ളൂ എന്ന് നിയമത്തിലുണ്ടായിരുന്നു. പുതിയ നിയമം യോഗി കൊണ്ടുവന്നപ്പോൾ ആർക്കും പരാതിപ്പെടാം എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് അതിൽ. ഈ ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ ആർക്കും പരാതിപ്പെടാം എന്നൊരു നിയമത്തിലൊരു വ്യവസ്ഥ കൊണ്ടുവരാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറ്റുമായിരിക്കും. അതൊക്കെ ഇനിയിപ്പോൾ അത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഡ്രാഫ്റ്റ് വരട്ടെ സാർ, നമുക്ക് കണ്ടെടുക്കാം. പിന്നെ ഇതിനകത്തൊക്കെയുള്ള ഒരു ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പം മതം മാറ്റം എടുത്താലും അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഔട്ട് ഓഫ് വിൽ ഒരാളുടെ സമ്മതം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ഭരണഘടന നിർമ്മിച്ചു വെച്ച അംബേദ്കർ 20 കൊല്ലം ലോകത്തിലെ മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാനും അനുയായികൾ ഓർമ്മയില്ലേ, 36-ൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഹിന്ദു വിട്ടു, ഹിന്ദു മതം ശരിയല്ല, ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, എനിക്കിഷ്ടമല്ല, ഞാൻ ഇന്നു മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലഭ്യമായ ലോകത്തിലെ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബുദ്ധിസമാണ് ശരി, ബുദ്ധിസമാണ് എനിക്ക് ബോധ്യപ്പെട്ട ഏറ്റവും നല്ല മതം, ഇതാ ഞാനും എൻ്റെ അനുയായികളും ബുദ്ധമതത്തിൽ ചേരുന്നു. അത് ക്രിമിനൽ കുറ്റമാക്കി എങ്ങനെ ഉണ്ടാവും? ഒരു മനുഷ്യൻ്റെ പൗരാവകാശമാണത്.
അതെല്ലാ കാര്യത്തിലും ബാധകമാണ്. ഇപ്പോൾ ഒരാള്, ഞാൻ പറയുന്നത് ലവിൽ റിലീജിയൻ വരാൻ പാടില്ല. ലവിൽ ഭൂമിയിലുള്ള ഒരു ഭൗതികമായ സാഹചര്യവും പ്രണയത്തെ ബാധിക്കാൻ പാടില്ല. അത് അത്ര വിശുദ്ധമായൊരു വികാരമാണ്. ഐ റിപ്പീറ്റ്, ദൈവവും മതവും അല്ല വിശുദ്ധമായ വികാരം, അതിനേക്കാൾ വിശുദ്ധമായതാണ് പ്രണയം എന്ന വികാരം. അതിൽ കളങ്കം വരാൻ പാടില്ല. അതിൽ മതത്തിൻ്റെ കെണിയായിട്ട് ഒരു ടൂളായിട്ട് അത് മാറാൻ പാടില്ല. പക്ഷേ ഒരാള് സ്വമേധയാ ഒരു മതം പഠിച്ച്, ഇപ്പോൾ എത്രയോ പേര് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ CH മുസ്തഫ മൗലവിയുടെ ഗുരു നിത്യചൈതന്യ ശ്രീ എമ്മിൻ്റെ ആശ്രമത്തിൽ ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ അങ്ങനെ സ്വയം ബോധ്യപ്രകാരം മറ്റുള്ളവർക്ക് തോന്നുകയാണ്, കണ്ടോ അവൻ ഇസ്ലാം വിട്ടിരിക്കുന്നു, അവൻ ക്രിസ്ത്യാനിറ്റി വിട്ടിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് പരാതിപ്പെടാൻ തുടങ്ങിയാൽ, അവനെ ശിക്ഷിക്കാൻ തുടങ്ങിയാലൊക്കെ അടിസ്ഥാനപരമായി മനുഷ്യന്റെ മൗലികാവസ്ഥ ബാധിക്കും. അത് ഒരാളുടെ സ്വേച്ഛപ്രകാരം അങ്ങനെയാണ്. അതല്ലാന്ന് എങ്ങനെ തീരുമാനിക്കുന്നു? എനിക്ക് എന്റെ അയൽക്കാരനോട് വിരോധമുണ്ട്, അവനെതിരായി ഒന്ന് കുരുക്കാൻ ഞാൻ അവസരം കാത്തിക്കുമ്പോഴാണ് നല്ല കടുത്തൊരു നിയമം കിട്ടിയത്. അവൻ പതുക്കെ ഇപ്പോ ആ സന്യാസിയെ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആശ്രമത്തിൽ ഗുരുവിനെ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയെ കാണാൻ ഇടയ്ക്ക് പോകുന്നുണ്ട്. അവനെ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം തീരുമാനിക്കാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. എളുപ്പമല്ല. ഇതൊക്കെ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലവ് ജിഹാദ് അല്ലേ, അതിന് നിയന്ത്രണം നിയന്ത്രണമല്ല, അതിന് കടുത്ത വിലക്കുകൾ വരേണ്ടതുണ്ട്. സാർ, ഈ രാമൻ സാർ, ഈ ലവ് ജിഹാദിൻ്റെ കേസുകളുണ്ടല്ലോ, ഇത് ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ പരാതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാത്തത്? ആരെങ്കിലും ഭയന്നിട്ടാണോ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാത്തത്? അത് അങ്ങനെ കെണികൾ വരുമ്പോൾ കേരളത്തിൻ്റെ തന്നെ അവസ്ഥയിൽ നമ്മൾ കണ്ടതാണ്. അത് ഈ മതസ്പർദ്ധയുടെ ഒരു തലത്തിലേക്ക് വളർന്നു പോകുന്നുണ്ട്. അത് രണ്ടാം ഘട്ടമാണ് സാർ. ഹാദിയയുടെ ഈ ഒന്നാം ഘട്ടത്തിൽ മനുഷ്യന്റെ അഭിമാന പ്രശ്നമുണ്ട്. ഈ പ്രൈഡ് കില്ലിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് കുടുംബം, ഇതെന്തോ ഒരു ഭീകരമായ സ്ഥാപനമാണ്, എൻ്റെ കുടുംബത്തിന് കളങ്കം, മാത്രമല്ല വളർന്നു വരുന്ന മറ്റു കുട്ടികളുണ്ടാവും, അനിയത്തിമാര്, അവരുടെയൊക്കെ ഒരു ഭാവി, എൻ്റെ കുടുംബം, ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു തറവാടിത്തം. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം, പ്രൈമറി. സെക്കൻഡറി ആണ് സാറ് പറഞ്ഞത്. അതെന്താ വെച്ചാൽ രണ്ടു കൂട്ടർ, എനിക്കറിയാം, നേരിട്ടറിയാവുന്ന കേസുണ്ട് സാറേ, ഞാൻ ഇടപെട്ടത്. ഒരുത്തൻ്റെ ഭാര്യ, അവൻ നാട്ടിലില്ലാത്ത സമയത്ത് അയൽപക്കത്ത് കോൺട്രാക്ട് പണിക്ക് വന്ന ഒരുത്തൻ്റെ രണ്ടുപേരും രണ്ട് ജാതിക്കാരാണ്, രണ്ട് സമുദായക്കാരാണ്. എന്താ സംഭവം? രണ്ടുപേരും, ഞാൻ അതിൽ വെച്ചൊരു സജഷൻ ഇതാണ്, നീ ഇസ്ലാമായിക്കൊണ്ട് തന്നെ അവൻ്റെ കൂടെ പോയി ജീവിക്കുക, അവളുടെ മേൽ മതം മാറ്റം നിർബന്ധിക്കാതെ നീയോ അവനെ പോറ്റുക. അങ്ങനെയാണെങ്കിൽ അത് ലീഗലായി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ സമ്മതിക്കൂല. ആരാ സമ്മതിക്കാത്തതെന്നറിയോ? രണ്ടു കൂട്ടത്തിലും ആള് കൂടി, രണ്ടു പക്ഷത്തും രണ്ട് തീവ്രവാദികളും കൂടി. അവളെ ഇങ്ങോട്ട് കയറ്റണമെങ്കിൽ പോയി മതം മാറിയിട്ട് ഹിന്ദുവായിട്ട് വാ. ഇവൻ ഈ കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കണമെങ്കിൽ അവനെ പിടിച്ച് ഇസ്ലാമാക്ക്. ഇതാണ് നടക്കുന്നത്. രണ്ടു വശത്തും ശരിക്കും മനുഷ്യവിരുദ്ധമായ, സത്യത്തിൽ ഈ രണ്ട് ആത്മാവുകൾ തമ്മിലുള്ള ഒരു വിശുദ്ധമായ ബന്ധനത്തിനാണല്ലോ പ്രണയം എന്ന് പറയുക. പ്രേമം ആത്മാവിനോടെഴും കോമള മലർ മാലികാ ബന്ധനം എന്ന് ചങ്ങമ്പുഴ. അത്ര കൃത്യമായി പ്രണയത്തെക്കുറിച്ച് പറയാൻ വേറെ ആർക്കും അർഹതയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ വിശുദ്ധമായ വികാരത്തെ ആണ് ഈ മലീമസമാക്കുന്നത്. അതിൽ പങ്കുവഹിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു പ്രോസസ്സ്. ഈ ലവ് ജിഹാദിൽ ഒരു കെണി എന്നുള്ള നിലയ്ക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് സിറിയയിലേക്ക് കൊണ്ടുപോവുക, ജിഹാദിൽ പങ്കെടുക്കുക, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ജീവപര്യന്തമാണ്. ഞാൻ പറയുന്നത് കൊലക്കുറ്റത്തേക്കാൾ കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടതാണ്. ഈ കുട്ടികളെ ആലോചിച്ചു, കൗമാരകാലത്ത് ഒരുത്തനെ കണ്ടു മോഹിച്ചു, അവന്റെ ജാതിയോ മതമോ ഒന്നും ഓർക്കാതെ പ്രണയിച്ചു, എന്നിട്ട് അവൻ ആ കുട്ടിയെ കൊണ്ടുപോയി അന്യരാജ്യത്ത് കൊണ്ടുപോയി കുരുതി കൊടുക്കുക, വധശിക്ഷ കൊടുക്കേണ്ട കുറ്റമാണ്. പക്ഷേ പലപ്പോഴും അതിന് നിയമപരമായി എങ്ങനെ അത് കൊണ്ടുവരും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ കൺവെർഷനിൽ ഒരു ബാഹ്യ ഘടകം വരാൻ പാടില്ല, എൻ്റെ ബോധ്യമായിരിക്കണം. അതിനപ്പുറത്ത് എനിക്ക് പുതിയ വാഗ്ദാനങ്ങളോ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ പണമോ. ഈ കോളനികളുടെ ഒക്കെ കാലത്ത് നിങ്ങളെ മറ്റേ നികുതിയിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾ മതം മാറുക എന്ന് പറഞ്ഞൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും മിഷണറിമാര് ചെയ്തത് അതാണ്. പിന്നെ വലിയ തോതിൽ പാവങ്ങളെ അതാണ്. ഒരാഴ്ച ചെന്ന് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക, അടുത്ത ആഴ്ച ഞായറാഴ്ച പള്ളിക്ക് വിളിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത്, ഇതിൽ മനുഷ്യന്റെ ദാരിദ്ര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മതം മാറ്റുന്നത് ചൂഷണത്തിന്റെ ഏറ്റവും വലിയ വകുപ്പാണ്. വിദേശ രാജ്യങ്ങളുടെ പണം പറ്റിയിട്ട് ഇവിടെ കൺവെർഷന് വേണ്ടി ഏജൻസികൾ നിലനിർത്തുന്നത് അങ്ങേയറ്റത്തെ രാജ്യദ്രോഹമാണ്. അങ്ങനെയൊക്കെയാണ് ഇതിനെ നേരിടാൻ പറ്റുക. അല്ലാതെ ഇപ്പോൾ
ഇതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാം ഞാൻ ആ നിയമം കൊണ്ടുവരും. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ലവ് ജിഹാദ് ജീവപര്യന്തമാക്കുന്നു എന്നൊക്കെ ഉള്ളത് വളരെ സങ്കീർണമായ ഒരു ലവ് ജിഹാദിന്റെ ശിക്ഷയോ ലവ് ജിഹാദിന്റെ പണിഷ്മെന്റ് അല്ലേ പറയുന്നത്? കൊടുക്കണം സാറേ ജീവപര്യന്തം. പക്ഷേ അത് പഴുതുകളില്ലാതെ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിന്റെ ഒരു സങ്കീർണത ഉണ്ടല്ലോ, നൂലാമാലകളൊക്കെ നിയമത്തിന്റെ, അതൊക്കെ എങ്ങനെ അഴിക്കാൻ പറ്റുന്നത് നമുക്ക് കണ്ടറിയാം. വല്ലാത്തൊരു പ്രശ്നമാണ്. എന്തായാലും അടിസ്ഥാന പ്രശ്നം തന്നെയാണ്, പരിഹാരം കാണേണ്ടതാണ്. എങ്ങനെ കാണും? ഹേമന്ത് വിശ്വാസിന്റെ കയ്യിൽ എന്താണ്, ഹേമന്ത് വിശ്വ ശർമ്മയുടെ കയ്യിൽ എന്തെങ്കിലും മാന്ത്രിക വടികൾ ഇതൊക്കെ കണ്ടെത്താനുണ്ടോ? നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആസാമിൽ ഈ പറയുന്നതിനൊക്കെ ഒരു ബംഗ്ലാദേശി ടച്ച് ഉണ്ട്. അത് കോണ്ടസ്റ്റാണ്, ആസാമിന് മാത്രം ബാധകമായതും ആസാമിൽ മാത്രം വോട്ടാക്കി മാറ്റാൻ പറ്റുന്നതുമാണ്. അതെ, അവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 94% വോട്ട് കിട്ടിയാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അത്തരം മണ്ഡലങ്ങൾ ഉള്ളിടത്ത് ഇത്തരം നിയമങ്ങൾ വരിക സ്വാഭാവികമാണ്. അത് ആസാമിന്റെ മാത്രം പ്രശ്നമല്ല. ബ്രൂയി എന്ന് പറഞ്ഞ മണ്ഡലം, ബ്രൂയി അല്ലേ, അതൊക്കെയാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ. പക്ഷേ ആസാമിൽ മുഖ്യമന്ത്രി പറയുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ദേശീയ തലത്തിലോ മറ്റൊരു സംസ്ഥാനത്തോ പറഞ്ഞാൽ അത് അങ്ങേയറ്റത്ത് ദോഷം ചെയ്യുകയും ചെയ്യും. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.